യിശ്ശായിയുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവൻ ദാവീദ്. ഈ ദാവീദിനെ തള്ളി മാറ്റി നിർത്തിയത് എല്ലാവരും. യിശ്ശായി പോലും ഓർത്തില്ല, കാരണം മക്കളുടെ ഗണത്തിൽ 7 കൊണ്ട് നിർത്തി. രണ്ടാമത്തവനെയും മൂന്നാമത്തിനെയും നിർത്താൻ വേണ്ടി ഇവനെ തെരഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞപ്പം ഒന്നൊന്നൊന്നാ കൊണ്ട് നിർത്തി കൊടുത്തു. പക്ഷെ 7 കൊണ്ട് നിർത്തി. അടുത്ത് ശമൂവേൽ ചോദിക്കുന്നു, ഇനി നിന്റെ മക്കൾ എല്ലാരും ആയോ? അപ്പം പോലും മറന്നു, ആമേ കൂടപ്പുറപ്പുകൾ മറന്നു. സ്വർഗം എന്ത് ചെയ്തില്ല? നിങ്ങളെ നടത്തിയവരും കൈപിടിച്ചവരും കരുതിക്കൊള്ളാമെന്ന് പറഞ്ഞവരും ഉയർത്താമെന്ന് പറഞ്ഞവരും ഞാനുണ്ട് എന്ന് പറഞ്ഞവരെല്ലാം കൈവിടുമ്പോൾ കർത്താവ് കണ്ണു തുറക്കും. 7ാമത്തെ വരാതി പന്തിയിലിരിക്കും. അവനെ വിളിച്ച് ദൈവം ആളുടെ നടുവിൽ എവിടെ വെച്ച് കളഞ്ഞവനെ എവിടെ കൊണ്ട് അഭിഷേകം തന്നെ സെന്ററിൽ നിർത്തും. തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ നടുവിൽ വെച്ച് അഭിഷേകം തന്നെ മാനിക്കും, അഭിഷേകം തന്നെ ഉയർത്തും. നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യും. തള്ളിക്കളഞ്ഞവർ പോലും ഇവൻ വന്നു കഴിഞ്ഞാൽ തലകുനിക്കണം. സ്വന്തം അപ്പൻ വരെ തലകുനിക്കണം. ദാവീദിന്റെ അപ്പൻ രാജാവായത് കൊണ്ട് മകൻ രാജാവായതല്ല, പക്ഷെ ദൈവം ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ചെയ്തതാ. അത്രമേൽ അഭിഷേകം കിടക്കുമ്പോൾ സ്വന്തം അപ്പനും കൂടെ മകൻ വരുമ്പോൾ തല കുനിയണം. അതാ അഭിഷേകം. നമുക്കാരോടും പരാതിയില്ല, പരാതിനകളില്ല, വിഷമമില്ല. മുറുകെ പിടിക്ക്, യാത്ര ചെയ്, അഭിഷേകത്തെ പ്രാപിക്കും. അഭിഷേകം നിന്നെ സെൻട്രൽ കൊണ്ട് നിർത്തും. അഭിഷേകം നിനക്ക് മുഖ്യ സ്ഥാനങ്ങൾ തരും. അഭിഷേകം നിന്റെ കൈ മൈക്കിനെ തിരികെ കയറ്റും. അഭിഷേകം വാതിലുകൾ ഓപ്പൺ ചെയ്യും. അഭിഷേകം രാജ്യങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ അഭിഷേകം നിന്റെ തലമുറകളെ നേരായ പാതയിൽ നടത്തും. അതാ അഭിഷേകം.